ഇതാണ് നമ്മൾ ഡേ 2 ഡേന്ന് വാങ്ങിച്ച ഡ്രസ്സിൽ വെച്ച്. നല്ല ഡ്രസ്സാണല്ലോ അല്ലേ? ഇങ്ങോട്ടാ പോകണ്ടേ നമ്മൾ? അങ്ങോട്ടേക്ക്. എടാ വാങ്ങിച്ച് ഇതേ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? അല്ലല്ല അജ്മാൻ. ബാ ഇങ്ങോട്ടാ പോണ്ടേ? ഇങ്ങോട്ടേ ബാ. ഈ സൈഡ്, ആ സൈഡ് പോ. ബാഗിൽ എന്തുവാ കാണിച്ച? ബാഗിൽ എന്തുവാ കാണിച്ച് നോക്കട്ടെ. ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. വാവച്ചിയും ഞാനും മിച്ചാനും കൂടി ഇന്ന് അജ്മാനിലോട്ട് പോകാൻ കേട്ടോ. നമ്മൾ വീണ്ടും അജ്മാനിലോട്ട് യാത്രയാകുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വീട് എങ്ങനെ നോക്കാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു ബിൽഡിങ്ങിൽ കയറും. അതായത് ഏറ്റവും നല്ല ബിൽഡിങ്ങൊക്കെ നോക്കിയിട്ട് നമ്മൾ ബിൽഡിങ്ങിൽ കയറിയിട്ട് അവരുടെ സെക്യൂരിറ്റിയോട് ചോദിക്കും, ഇങ്ങനത്തെ വീട് നോക്കാനാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ കയറാൻ പറ്റുമോ നോക്കും. അങ്ങനെ കയറി നമ്മൾ വീട് കാണാനാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ആളെ കാണാനായിട്ട്, അപ്പോൾ അയാൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ കുറച്ച് വീടുകൾ കാണിച്ചു തരും. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഇന്ന് കുറച്ച് വീടുകൾ കണ്ടിട്ട് ഇന്നെങ്കിലും ഓക്കെ ആകുമോ എന്നാണ് എൻ്റെ ഒരു സംശയം. ഓക്കെ ആയിരിക്കും പിന്നെയും നമ്മൾ വീട് അന്വേഷിക്കേണ്ടി വരും. അതായത് നമ്മുടെ ബഡ്ജറ്റിനും എല്ലാം കൂടെ ഒത്തു വരണമല്ലോ. വീടുകൾ കുറേ കണ്ടു, പക്ഷേ നമ്മൾ ബഡ്ജറ്റിനും എല്ലാം കൂടെ ഓക്കെ ആയാലേ നമുക്കതൊരു ഓക്കെ പറയാൻ പറ്റും. സോ അങ്ങനെ അപ്പോൾ ഇത് ഞാൻ ഡേ 2 ഡേന്ന് എടുത്ത ഡ്രസ്സാണ് കേട്ടോ. അപ്പം ഇതും വാവച്ചിട്ടേക്കുന്ന ഡ്രസ്സും. അപ്പം ഞാൻ പറഞ്ഞതല്ലോ, ഒരു എന്താ പറയുക, ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന്. അപ്പോൾ ഇത് ഡേ 2 ഡേന്ന് എടുത്ത ഡ്രസ്സാണ്. അടിപൊളി ഡ്രസ്സ് കേട്ടോ. അത് ഭയങ്കര ഇടാനായിട്ട് കംഫർട്ടബിൾ ആണ്. ഞാൻ വാഷ് ചെയ്തിട്ടായിട്ടത്, കളറും പോയിട്ടില്ല. അപ്പം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പം കുഴപ്പമില്ല അവിടുത്തെ ഡ്രസ്സൊക്കെ. ഓക്കെ, അപ്പം അങ്ങനെ. അപ്പം നമുക്കിനി നേരെ അജ്മാനിലോട്ട് പോവാം. കണ്ടോ ഫ്ലൈറ്റ്? കണ്ടോ? ആര്? ഓ, ഫ്ലൈറ്റിന്റെ വാല് മാത്രമേ കണ്ടുള്ളൂ. So loud as the hours pass, we're gonna do it all again. We wanna chase the night, wanna dance to the light. വാച്ചിക്ക് വിശപ്പുണ്ടായിരുന്നോ? വാച്ചിയുടെ കോൾഡ് മാറിയെന്ന് കുറെ പേര് ചോദിച്ചു. കോൾഡൊക്കെ മാറിയോ? മാറിയാ? വാച്ചി ഈ ഡ്രസ് ഉണ്ടല്ലോ, വാച്ചി നല്ല ഭംഗിയുണ്ട്, നല്ല ലുക്കുണ്ട് കാണാനായിട്ട്. ഇല്ലേ? സുന്ദരിയാ കാണാൻ. അല്ലേലും സുന്ദരിയല്ലേ? ഇല്ലേ? സുന്ദരിയാ. അപ്പൊ ഞാൻ സുന്ദരിയാണോ? അമ്മ സുന്ദരിയാണോ? ആണോ? എന്താ മിണ്ടാത്തേ? രണ്ടാമത്തെ പ്രാവശ്യം അജ്മാനിൽ വരുന്നത് ഇങ്ങനെ വീട് നോക്കാനായിട്ട്. ആദ്യം നമ്മൾ വീട് നോക്കാൻ വന്നില്ല, നമ്മളെ സ്ഥലമൊക്കെ നോക്കിയിട്ട് പോയി. അതായത് നമ്മുടെ ജോലി സ്ഥലത്ത് അടുത്താണെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ വീട് നോക്കാനായിട്ട് വരുന്നു. എന്താ വെച്ച് എനിക്കോ? നീ കഴിച്ചോ? എനിക്ക് വേണ്ട. മതിയായോ? ഓക്കെ, അപ്പം നമ്മളിത് രണ്ടാമത്തെ പ്രാവശ്യം അജ്മാനിലോട്ട്. അപ്പം ഇന്ന് നമ്മൾ എന്തായാലും വീട് നോക്കുമായിരിക്കും. ഓക്കെ, അപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. വാവച്ചി ഇവിടെ വിശക്കുവാന്ന്. വാവച്ചി കഴിച്ചുകൊണ്ടിരിക്കുക സ്നാക്സ്. നമുക്കിവിടെ ഇവിടേക്ക് നല്ലൊരു ഇവിടെ നല്ല ഹോട്ടലിൽ കാണുമോ? അജ്മാൻ്റെ ഹോട്ടൽ കാണാൻ ചാൻസ് എനിക്ക് അറിഞ്ഞു. ഇവിടെ ഉണ്ടാവായിരിക്കും. കഴിക്കാം. From the top, we're gonna be, we're gonna be 200. അങ്ങനെ നമ്മൾ ഒരു കഫ്തേരിയിലെത്തി ഫുഡ് കഴിക്കാനായിട്ട് കേട്ടോ. സോ പോവാം വാവച്ചി. ആ ബജാജി ഉണ്ട്, വാങ്ങാം വാ. എല്ലാം കിട്ടും അവിടെ. ഇറങ്ങ്, ഇറക്കാം വാ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ടോ. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് വാവച്ചി ഇപ്പം കിടന്നുറങ്ങുവാണേ. അപ്പം ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സ്ഥലത്തൊക്കെ പോയി നോക്കി. പക്ഷേ ആ ബിൽഡിംഗ് ഒന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ ഫോൺ ചെയ്ത് നോക്കിയപ്പോഴും അവർ പറയുന്ന ബഡ്ജറ്റും ബിൽഡിങ്ങും തമ്മിൽ എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. ആ ബഡ്ജറ്റിന് ആ ബിൽഡിംഗ് എനിക്ക് താല്പര്യം തോന്നിയില്ല. അതുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇപ്പം വേറെ ഒരു സ്ഥലം കൂടെ നോക്കാനുണ്ട്. അതായത് നമ്മൾ നോക്കി വെച്ച സ്ഥലത്ത്, ഓൾറെഡി നമ്മൾ നോക്കി വെച്ച സ്ഥലത്ത് ഒന്നും കൂടെ നോക്കാനുണ്ട്. ബിൽഡിംഗ് കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. വെളിയിൽ നിന്ന് ബിൽഡിംഗ് കണ്ടിട്ട് ചിലപ്പോൾ ഉള്ളിൽ കയറി നോക്കിയാൽ
ചിലപ്പോൾ റൂം നല്ലതായിരിക്കും, ചിലപ്പോൾ റൂം നല്ലതായിരിക്കില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ മോസ്റ്റ്ലി കണ്ടേക്കണം, ചിലതൊക്കെ അങ്ങനെയാണ്. അപ്പം ഫൈനലി ഇതേ ഞാനും വാവച്ചി വീച്ചാനും കൂടി ഒരു വീട് കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പഴയ ഒരു ബിൽഡിംഗ് ആണ് അവർ കാണിച്ചു തന്നത്. റിയൽ എസ്റ്റേറ്റിലെ ഒരു ബ്രോക്കറാണ് നമ്മളിത് കാണിക്കുന്നത്. ഈ വീടിന് അവർ ഭയങ്കര റെൻറ്റാട്ടോ പറയുന്നത്. ഈ വീട് ഭയങ്കര ചെറുതും അതേപോലെ വെളിച്ചം ഭയങ്കര തീരെ കുറവായിരുന്നു ഉള്ളിലോട്ട് കയറുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കും വാവച്ചിക്കും ഇച്ചാനും ഈ വീട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മളിത് വേണ്ടെന്ന് വെച്ചു. എന്താ പറയുക, കിച്ചണിലൊക്കെ ഇഷ്ടംപോലെ കബോർഡ്സൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, പിന്നെ സംഭവങ്ങളൊക്കെ ഓക്കെ. പക്ഷെ നമുക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കാരണം റെൻറ്റും കൂടുതലായിട്ട് പറയുന്നത്. ഈ വീടിന് അത്ര റെൻറ്റ് ഇല്ലയെന്ന് നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ പാർക്കിങ്ങും മറ്റു സൗകര്യങ്ങളും ഒന്നുമില്ല. അവർ അഡീഷണൽ ആയിട്ട് വേറെ ചാർജസൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ട് നമ്മളിത് വേണ്ടെന്ന് വെച്ചു. പിന്നെ നമുക്ക് തീരെ താല്പര്യം തോന്നിയില്ല ഈ വീടിനോടും. പിന്നെ ഇവിടെ ഒരു ഹാളിൽ ഒരു ചെറിയൊരു കബോർഡ്സൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കബോർഡ്സൊക്കെ. അങ്ങനെ അപ്പം നമ്മളിനി വേറൊരു വീടും കൂടെ ഇയാൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അതിനും ആദ്യത്തെ വീടിന് കണ്ടതിനേക്കാളും കുറച്ചും കൂടെ വലിയൊരു വീടാണ് കേട്ടോ. അപ്പം ഇവിടെ കുറച്ച് എന്താ പറയുക, വെളിച്ചമൊക്കെ കയറുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഭയങ്കര ക്ലീനൊന്നും അല്ലായിരുന്നു. പക്ഷെ അവർ ക്ലീനാക്കി തരാമെന്നൊക്കെ പറഞ്ഞു നമ്മൾ എടുക്കുവാണെങ്കിൽ. പക്ഷെ നമ്മളിതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല ഏതെടുക്കണമെന്ന്. ആദ്യത്തെ നമ്മൾ എടുക്കത്തേ ഇല്ല. ഇത് നമ്മൾ ചിലപ്പോൾ എടുക്കും, അറിഞ്ഞുകൂടാ. നമ്മൾ ഇനിയും വേറെ വീട് കണ്ടിട്ടേ നമ്മൾ തീരുമാനിക്കുകയുള്ളൂ. പക്ഷേ എന്താ പറയുക, അവർ റെൻറ്റ് ഭയങ്കര കൂട്ടിയായിട്ടോ പറയുന്നത്. ചെറുതാണെങ്കിലും കൂടെ അവർ റെൻറ്റ് ഭയങ്കര കൂട്ടി പറയുമ്പോൾ നമുക്ക് തോന്നത്തില്ല എടുക്കാനായിട്ട്. പിന്നെ മറ്റു സൗകര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് താല്പര്യം തോന്നിയില്ല. അപ്പോൾ നമ്മളിനി വേറെ വീട് കണ്ടിട്ട് നമ്മളിത് ഡിസൈഡ് ചെയ്യത്തുള്ളൂ.